الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള ജീവിതം തന്ന് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നിരീക്ഷണമുണ്ടാകുമെന്ന താക്കീതും ചെയ്ത് വിട്ടതാണ് നമ്മുടെ ദുനിയാവിലേക്ക്. ഇതൊക്കെ നമ്മൾ അറിയുന്നവരാണ്, ബോധവാന്മാരാണ്. പക്ഷേ അശ്രദ്ധ നമുക്ക് സംഭവിച്ചേക്കാം. നമ്മൾ ചിലപ്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നുപോയേക്കാം. അതിന് ചാൻസ് ഉണ്ട്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഫദക്കിർ. നബിയെ, നിങ്ങൾ ഓർമ്മിപ്പിക്കുക, നിങ്ങളൊന്ന് ഉണർത്ത്. ഇത് പറയുന്നത് ശരിക്കും ആരോടാ? മുഖാത്തബ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലുള്ള ആളുകൾ സഹാബത്താണ്. അതിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുണ്ട്. സഹാബിയാവുക എന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ വളരെ വിലപിടിപ്പുള്ള അനുഗ്രഹം കിട്ടിയ ആളുകളാണ്. അവരെ മുമ്പിലിരുത്തിയിട്ടാണ് പറയുന്നത്, ഫദക്കിർ, നിങ്ങൾ അവരെ ഒന്ന് ഉണർത്തണം. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. കാരണം ആ ഉണർത്തൽ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്രദമാണ്. അപ്പം സഹാബാക്കളെ ഉണർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ 2026 ജീവിക്കുന്ന നമ്മളെ ആവർത്തിച്ചാവർത്തിച്ച് ഉണർത്തേണ്ടിയിരിക്കുന്നു. അതാണ് സത്യം. കാരണം അത് നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ ഈ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഖുതുബ, ദർസുകൾ, ഇതൊന്നും നഷ്ടപ്പെടുത്താതെ അതൊക്കെ പങ്കെടുത്ത് ഉപയോഗപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം തൻഫഉൽ മുഅ്മിനീൻ, അതൊക്കെ വിശ്വാസികൾക്ക് ഉപകാരപ്രദമാണ്. ചിലപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും പറയുക, ഒരുപാട് പ്രാവശ്യം കേട്ട കാര്യങ്ങളായിരിക്കും പിന്നെയും ആവർത്തിച്ച് പറയുന്നുണ്ടാവുക. പക്ഷെ ദീനിൻ്റെ കാര്യമായതുകൊണ്ട് അതെത്ര കേട്ടാലും എപ്പോൾ കേട്ടാലും തൻഫഉൽ മുഅ്മിനീൻ, ഈമാനുള്ളവരാണെങ്കിൽ അത് ഉപകാരപ്രദമാണ്. അള്ളാഹു വെച്ചിരിക്കുന്ന നിബന്ധന, ഷർത്ത് ഈ ആയത്തിൽ, ഉപദേശവും ഉണർത്തലും ഉപകാരപ്രദമാവുന്നത് ഈമാനുള്ളവർക്കാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക്, മരണത്തെ കാത്തിരിക്കുന്നവർക്ക്, മഹ്ശറിനെ പറ്റി ചിന്തിക്കുന്നവർക്ക്, സ്വർഗനരകങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിയോടെ കഴിയുന്നവർക്ക് ഈ ഉണർത്തൽ ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചുരുങ്ങിയ കാലത്തേക്കാണ് നമ്മുടെ ദുനിയാവിൽ അയച്ച. അള്ളാഹു ആ ഉള്ള കാലം അവൻ ഏറ്റവും പൊരുത്തപ്പെട്ട രീതിയിൽ കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും തീരൂല എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട ശത്രുക്കളാണ്. അതിലൊന്ന് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അവൻ നമ്മളെ വ്യക്തമായ ശത്രുവാണ്. അവൻ്റെ ശത്രുത വളരെ കഠിനമാണ്. അവൻ നിങ്ങളെ നേരെ ചൊവ്വേ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. അപ്പം ഇതിനപ്പുറത്ത് പോകൊണ്ട് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ. തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾ അവനെ ശത്രുവായി കണ്ടുകൊള്ളണം. നിങ്ങളെ അപായപ്പെടുത്താനും അപകടത്തിലാക്കാനും ഉപദ്രവിക്കാനും മാത്രമേ ശൈത്താൻ മെനക്കെടുള്ളൂ. ഒരിക്കലും നേരെ ചൊവ്വേ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിന്ന് ദീനിയായി ജീവിക്കാൻ നിങ്ങളെ സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഖുർആന പറയുന്നു, അതാണ് സത്യം.
ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. അള്ളാഹുവിൻ്റെ അടുത്ത് ഇബ്ലീസ് ശപഥം ചെയ്തിട്ട് പറയാൻ, അള്ളാഹിനെ തന്നെ സത്യം പിടിച്ചിട്ട് പറയാൻ, ഞാൻ അവരുടെ മുന്നിലൂടെ വരും, പിറകിലൂടെ വരും, വലതുഭാഗത്തുനിന്ന് വരും, ഇടതുഭാഗത്തുനിന്ന് വരും. സുമ്മ ലാ തജിദു അക്സറഹും ശാകിരീൻ. അള്ളാഹുവേ, നിന്റെ അടിമകളുടെ കൂട്ടത്തിലെ അധികവും അക്സറും, 100-ൽ അക്സർ എന്ന് പറഞ്ഞാൽ 90 കഴിഞ്ഞു. 90 പേരും, 100-ൽ 90 പേരും നന്ദിയുള്ളവരായി നിനക്ക് കണ്ടെത്താൻ കഴിയൂല. ഞാൻ അവനെ നന്ദി കെട്ടവനാക്കാൻ ഉള്ള പണി 18 കൊടുക്കും. അതൊന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശൈത്താൻ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്സറും നന്ദികേടിലായിരിക്കും. ഇപ്പൊ 100-ൽ 90 അക്സറായിട്ട് പോയാൽ പിന്നെ ബാക്കി 10 ഉള്ളൂ. അത് ഖലീലാണ് എന്ന് പറഞ്ഞാൽ ഖലീലം മാ തശ്കുറൂൻ. റബ്ബിനെ ഓർത്ത്, അള്ളാഹുവിനെ അറിഞ്ഞ്, റബ്ബിനോട് നന്ദി കാണിച്ച്, അവന്റെ പൊരുത്തവും തൃപ്തിയും ആഗ്രഹിച്ച്, അവന് വഴിപ്പെട്ട് വിധേയരായി ജീവിക്കുന്നവർ ഖലീലായിരിക്കും. ബാക്കി അധികം ആളുകളെയും ശൈത്താൻ പിടികൂടും. രണ്ടാമതായിട്ട് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ ശത്രു നമ്മുടെ നഫ്സാണ്, സ്വന്തം. വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണത്. തീർച്ചയായും നഫ്സ് ലഅമ്മാറത്തുൻ, ഏറ്റവും അധികം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്, ബിസ്സൂ, മോശമായ കാര്യങ്ങൾ. നന്മ മാത്രം പറഞ്ഞു തരുന്ന നഫ്സ് കിട്ടിയവൻ വലിയ ഭാഗ്യവാനാണ്. നന്മകൾ ഉണർത്തുക, നന്മ നഷ്ടപ്പെട്ടാൽ കുറ്റപ്പെടുത്തുക, നന്മയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുക, നന്മ കാത്തിരിക്കുക, ഈ നഫ്സ് കിട്ടിയവൻ വലിയ ഭാഗ്യവാനാണ്. ചിലപ്പോൾ വിരൽ കൊണ്ട് ഉണ്ടാവുന്നവരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഭയങ്കര തൗഫീഖുള്ളവനാണ്. എന്തെങ്കിലും തിന്മ ചെയ്തു പോയാൽ ഭയങ്കരമായി ദുഃഖിക്കുക, കരയുക, ദിവസങ്ങളോളം അവരുടെ മുഖം ലജ്ജകൾ താഴ്ത്തിയിരിക്കുക, ഇതെല്ലാം നല്ല ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. നഫ്സ് നമ്മുടെ ശത്രുവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ. നഫ്സ് നിങ്ങളെ വഴിക്ക് വരൂല, ദീനിന്റെ വഴിക്ക് വരൂല. നഫ്സ് അള്ളാന്റെ തൃപ്തിയും അള്ളാന്റെ പൊരുത്തൊന്നും ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സാധനമല്ല. പക്ഷെ അതിനെ കടിഞ്ഞാനിട്ട് ഒതുക്കി പിടിച്ചടക്കി തസ്കിയത്ത് ചെയ്തവൻ ജയിച്ചു. ആ ശത്രുവിനെ പിടിച്ചു കെട്ടിയ, ഞാൻ പറയും പോലെ എൻ്റെ നഫ്സ് പോവാൻ തുടങ്ങിയാൽ ഞാൻ ജയിച്ചു. നഫ്സ് പറയും പോലെ ഞാൻ പോവാൻ തുടങ്ങിയാൽ, ഈ ഞാൻ ആരാണ് ശരിക്കും? നമ്മൾ എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ മുഖം, എൻ്റെ നാവ്, എൻ്റെ കണ്ണെന്നല്ല പറയാ. ഈ എൻ്റെ എന്ന് പറയുന്നത് റൂഹിനെ സംബന്ധിച്ചാണ്. റൂഹില്ലെങ്കിൽ പിന്നെ എൻ്റെ നഫ്സ്, എൻ്റെ ജസദ് ഉപയോഗശൂന്യമാണ്. ഒരു ആവശ്യമില്ല, ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല. ഞാനെന്ന് പറയുന്നത് ഈ റൂഹാണ്. അപ്പൊ ഈ നഫ്സിനെ ഒതുക്കാൻ, കടിഞ്ഞാനിടാൻ, അതിനെ പിടിച്ചു കെട്ടാൻ, എന്നിട്ട് ഞാൻ പറയും പോലെ വേണം നഫ്സ് മുന്നോട്ട് പോകാൻ, ആ അവസ്ഥയിൽ എത്തിയേ പറ്റുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു സഹാബത്തിനെ ശീലിപ്പിച്ചത്. വഖദ് ഖാബ മൻ ദസ്സാഹ. അള്ളാഹു പറഞ്ഞതാണ്, നഫ്സിനെ പിടിച്ചു കെട്ടാൻ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നഫ്സിനെ കടിഞ്ഞാനിടാൻ പറ്റിയില്ലെങ്കിൽ, അതിനെ മലീമസമാക്കിയവൻ പരാജയപ്പെട്ടു. ഈ രണ്ട് ശത്രുക്കളും നമ്മളെടുത്ത് പറയും, നാളെ 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 ശരിയാവാം, നന്നാവാം, റെഡിയാക്കാം. ഇല്ല, കാലം വളരെ ചെറുതാണ്. അതുകൊണ്ട് ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ ജീവിതത്തിനെ ഉപമിച്ചത്, വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. നബിയെ, നിങ്ങൾ അവർക്ക് ഈ ദുനിയാവിൻ്റെ ജീവിതത്തെ ഒന്ന് ഉപമിച്ചു കൊടുക്കിൻ. അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മളൊരു പോക്കാണ്, ആ പോക്ക് ശരിയല്ല. ശരിക്കും നല്ല ബോധത്തോടെ അറിഞ്ഞ് ഭാവി മുന്നിൽ കണ്ട് തർത്തീബ് ചെയ്ത് പ്ലാൻ തയ്യാറാക്കി അമലുകൾ നിറച്ച് ഹൃദയത്തെ എന്നും കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി എന്തോ ഒന്ന് മുന്നിലുണ്ട് എന്ന ബോധത്തോടെ നടക്കുന്നവനെ പോലെ വേണം ദുനിയാവിൽ ശരിക്കും ജീവിക്കാൻ.
അത്ര വലിയ പ്രശ്നമുള്ള സംഗതിയാണ്. കമാഇൻ അൻസൽനാഹു മിനസ് സമാ. നബിയെ, ദുനിയാവിന്റെ ഉപമ ആകാശത്തിൽ നിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാണ്. അതിങ്ങനെ വന്ന് ഭൂമിയിൽ പതിച്ചു, ഉണങ്ങിയ മണ്ണ് നനഞ്ഞു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെടികളും പുല്ലുകളും വൃക്ഷങ്ങളും ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ മുളച്ചു വന്നു. അത് വളർന്ന് പന്തലിച്ച് നിബിഡ വനമായി ആളുകൾക്ക് ഭയങ്കര ആനന്ദവും ഭയങ്കര ഒരു റാഹത്തും തോന്നിക്കുന്ന തരത്തിൽ മനോഹരമായി പന്തലിച്ച് നിൽക്കുകയാണ് ദുനിയാവ്. അതാണ് ദുനിയാവ്. പക്ഷേ അതിനൊരു അവസാനമുണ്ട്. അതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കുന്നറിയോ? فاختلط به نبات الأرض فأصبح حشيما تذروه الرياح. അതിങ്ങനെ പന്തലിച്ച് നിൽക്കുമ്പം വെയിൽ വരവായി, വെയിലേറ്റ് ഉണങ്ങി കരിഞ്ഞ് അതിൻ്റെ ഇലകൾ താഴോട്ട് വീണു. ഒരു കാറ്റ് വന്നപ്പം ആ കാറ്റിനോടൊപ്പം ആ ഇലകളെല്ലാം അങ്ങ് പാറിപ്പോയി. ഇത്രയേ ഉള്ളൂ ദുനിയാവ്. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് നല്ല വേരുറച്ച, നല്ല തടിയുള്ള കാമ്പുള്ള, കൊടുങ്കാറ്റ് വന്നാലും മനങ്ങൂല എന്ന് ഉറപ്പുള്ള തരത്തിലായിരിക്കും ദുനിയാവ് ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുക. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ കാറ്റ് വരും, അതിൻ്റെ കൂടെ അങ്ങനെ തന്നെ അങ്ങ് പാറിയിട്ട് പോകും. ഖലാസ്, പിന്നെ കാണാൻ പോലും ഉണ്ടാവില്ല. അതാണ് ദുനിയാവ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോധവാന്മാരല്ല, അശ്രദ്ധ വന്നു പോകുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനോഹരമായ വാക്ക് ദുനിയാവിനെ സംബന്ധിച്ച്. ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറ. ഉമ്മിയായ പ്രവാചകനായി വർത്താനം പറയുന്നു. എഴുതാനോ വായിക്കാനോ അറിയാത്ത ഉമ്മിയായ എന്ന് വെച്ചാൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുന്ന വാക്കാണ്. ഇന്ന ദുനിയ ഹുൽവത്തുൻ. ഈ തീർച്ചയായും ഈ ദുനിയാവ് മധുരമുള്ളതാണ്. എല്ലാവരും കൊതിക്കും, എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. അതിനെ വാരി ചേർക്കാൻ കഠിനാധ്വാനം ചെയ്യും മനുഷ്യന്മാർ. കാരണം മധുരമുള്ള സ്ഥാനമാണ് ഹുൽവ. മധുരം ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ലല്ലോ. ഖദിറത്തുൻ, പച്ചപ്പുള്ളതാണ്. നല്ല ആനന്ദം നൽകുന്ന ഒരു ഉത്സാഹമുണ്ടാക്കുന്ന, കാണാൻ കൊതിക്കുന്ന തരത്തിൽ പച്ച കൊണ്ട് നിറഞ്ഞ അതിഭയങ്കരമായ ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു സംഭവമാണ് ഈ ദുനിയാവ്. ശരിയാണ്, നമ്മളൊക്കെ ദുനിയാവ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, കൊതിക്കുന്ന ആൾക്കാരാണ്, അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ്, അതിനുവേണ്ടി തർത്തീബുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഒന്നും തെറ്റല്ല. പക്ഷെ ദുനിയാവിൻ്റെ രീതി എങ്ങനെയാണ്? മനുഷ്യനെ ഇങ്ങോട്ട് ആകർഷിപ്പിച്ച് വലിച്ചെടുക്കുന്ന മധുരവും പച്ചപ്പും നിറഞ്ഞ സാധനമാണ്. പക്ഷേ ആ മനോഹാരിതയും ആ ഭംഗിയും ആ ആനന്ദവും കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ജീവിച്ച് തീർക്കാനല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹു ദുനിയാവിലേക്ക് വിട്ടിരിക്കുക. ഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. ആ ദുനിയാവിൽ അള്ളാഹു നിങ്ങളെ അയച്ചിരിക്കുകയാണ്. ഫയൻദുറ കൈഫ തഅമലൂൻ. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് നോക്കുവാൻ, എന്ന് നോക്കുന്നുണ്ട് റബ്ബ്. നമ്മൾ ആരും പ്രിയപ്പെട്ടവരെ സ്വതന്ത്രരല്ല. നമ്മുടെ സാധാരണ ദുനിയാവിൽ നമുക്കൊരു ജോലിയായി, നല്ല ശമ്പളമായി, നല്ല വരുമാനമായി, ജീവിതത്തിൽ നല്ല കുടുംബം, നല്ല മക്കൾ, നല്ല സെറ്റപ്പ്, സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെയായി എൻ്റെ രണ്ട് കാലിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുടുംബനാഥനായി ഞാൻ. എന്നോട് ആദ്യം ചോദിക്കാനും പറയാനുള്ള എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ തർത്തീബുകൾ, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും മടയത്തരമാണ്. നമ്മൾ സ്വതന്ത്രരല്ല, നമ്മൾ സ്വതന്ത്രരേ അല്ല. ഈ ദുനിയാവിലേക്ക് നമ്മളെ ഇങ്ങോട്ട് അയച്ച റബ്ബ് പിറകിൽ റഖീബായി നിന്ന് നിരീക്ഷിച്ച് അവൻ്റെ ആ നിരീക്ഷണ വലയത്തിനുള്ളിൽ വെറും തടവു പുള്ളികളെ പോലെ ജീവിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ ദുനിയാവിൽ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ. ശരിക്കും ആ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ വലിയായിട്ടല്ലാണ്ട് മനുഷ്യന്മാർ മരിക്കൂല. ദുനിയാവ് ഒരു ജയിലാണ്. വകാന അല്ലാഹു അലൈക്കും റഖീബ. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു റൂമിൽ 10-15 ക്യാമറ വെച്ച് ബാക്കിൽ നിന്നുകൊണ്ട് 2-3 ആൾക്കാർ 24 മണിക്കൂറും ഒരു സെക്കൻഡ് ഉറങ്ങാണ്ട് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ സമയം ചിലപ്പം ആ ക്യാമറന്റെ മുമ്പിൽ നിൽക്കുന്ന സമയമായിരിക്കും. എന്നാലും
ക്യാമറ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ജോലിക്കാർ ചിലപ്പം ഒന്ന് കണ്ണടച്ചേക്കാം, ക്ഷീണിച്ച അവശരായി, അല്ലെങ്കിൽ ഒന്ന് ഉറക്കം തോന്നിയേക്കാം, അല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ സമയത്തെങ്കിലും നമ്മളുടെ ആ ഒരു ചിത്രം അവരുടെ കണ്ണിൽ നിന്നും മാഞ്ഞേക്കാം. പക്ഷെ അല്ലാഹു ആണെങ്കിലോ ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ഉറങ്ങാതെ ക്ഷീണിക്കാതെ അവശനാവാതെ കണ്ണടച്ചു പോവാതെ ഓരോ സെക്കൻഡും നമ്മളെ പിറകിൽ നിന്ന് അതിസൂക്ഷ്മമായ ക്യാമറ വെച്ച് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അല്ലാഹു പറയുന്നു ഖുർആനിൽ. നടത്തവും ഇരുത്തവും പോക്കും ബലവും വർത്താനവും നോട്ടവും കേൾവിയും പറച്ചലും ഇത് മുഴുവൻ ശരിക്കും പറഞ്ഞ ജയിൽ പുള്ളികൾ. ഒരു സ്വാതന്ത്ര്യമില്ല. എവിടെ പോയാലും അള്ളാഹു കാണും, എന്തു പറഞ്ഞാലും അള്ളാഹു കാണും, എന്ത് ചെയ്താലും അള്ളാഹു അറിയും. ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ഉദ്യോഗസ്ഥന്മാരെ അതിനു വേണ്ടി മാത്രം നിയോഗിച്ചിട്ടുണ്ട് മലക്കുകളുടെ കൂട്ടത്തിൽ. കിറാമുൻ കാതിബീന യഅലമൂന മാ തഫ്അലൂൻ. ആ 2 ഉദ്യോഗസ്ഥന്മാരുടെ വിശേഷണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞ 2 രീതിയിലാണ്. ഒന്ന്, അവര് കിറാമാണ്, വളരെ മാന്യന്മാരാണ്. ആരോട് സഹതാപം കാണിച്ചിട്ട് എന്തെങ്കിലും തിന്മ ചെയ്തു പോയാൽ കുഴപ്പമില്ല, നീ പിന്നെ ശരിയാക്കിയാൽ മതി, എഴുതാണ്ടങ്ങ് വിട്ട് കളയില്ല. ഇനി ആരോടെങ്കിലും അമിത സ്നേഹം കാണിച്ച് ചെയ്യാത്തൊരു നന്മ എഴുതി ചേർക്കൂല. മാന്യന്മാർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അവരറിയും. ഇരുട്ടത്തും വെളിച്ചത്തും ഒറ്റക്കും കൂട്ടമായും വീട്ടിലും നാട്ടിലും അന്യനാട്ടിലും എവിടെയാണെങ്കിലും രാവും പകലും ആ 2 ഉദ്യോഗസ്ഥന്മാര് നിങ്ങളുടെ നിഴല് പോലെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഖുർആന പറയും. ഇപ്പറഞ്ഞ സംഗതികളൊക്കെ നല്ല ഗൗരവത്തിൽ ഓർത്ത് ബോധത്തോടെ ദുനിയാവിൽ നടന്നു നീങ്ങുന്ന ഒരു മുഅ്മിൻ, ഓന്റെ പേരാണ് വലി. ഓന്റെ പേരാണ് വലി. അള്ളാഹുവിൻ്റെ അടുത്ത ആള്, അള്ളാഹുവിനാൽ ആദരിക്കപ്പെടുന്ന ആൾ, ആ ബോധത്തോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആൾക്കാർ. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയാണ്, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുക്കും മുഹ്സിഹാ ലക്കും. ഇതാ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടല്ലാന്ന് നേരത്തെ പറഞ്ഞു. ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞു. നിങ്ങളെ നോക്കാനും എഴുതി വെക്കാനും ഞാൻ 2 ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞു. നിങ്ങൾ മറന്നാലും ഇല്ലെങ്കിലും, നിങ്ങളത് ഓർത്ത് ജീവിച്ചാലും ഇല്ലെങ്കിലും, ഇന്നമാ ഹിയ അഅമാലുക്കും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാര് നിങ്ങൾ ചെയ്ത അമലുകളെ കൃത്യമായി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്നമാ ഹിയ അഅമാലുക്കും, എല്ലാം ഉണ്ട്. ഉഹ്സിഹാ ലക്കും, വളരെ കൃത്യതയോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലപ്പം പ്രായപൂർത്തിയായതിനു ശേഷം ഇത്രയും വയസ്സിനിടയിൽ ചിലപ്പോൾ മുമ്പോട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ, എന്ത് ചെയ്തു, നന്മയാവട്ടെ തിന്മയാവട്ടെ, കണക്കെടുപ്പിനൊരു പരിധി ഉണ്ടാവും, ഒരു ബൗണ്ടറി ഉണ്ടാവും. ഇത്ര കാലത്തെ, ഇത്ര വർഷത്തെ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, ബാക്കി പലതും മറന്നിട്ടുണ്ടാവും. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയും, ഉഹ്സിഹാ ലക്കും. ദുനിയാവിൽ എത്ര കാലമാണോ നിങ്ങൾ ജീവിച്ചത്, ആ കാലയളവിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ ഓരോന്നും ഇവിടെ ഉണ്ട്. മാഞ്ഞിട്ടില്ല, മറഞ്ഞിട്ടില്ല, മഷി പുരണ്ടിട്ടില്ല, പേപ്പർ കീറിപ്പോയിട്ടില്ല, എഴുത്ത് മങ്ങിപ്പോയിട്ടില്ല. ഉഹ്സിഹാ ലക്കും, എല്ലാം ഉണ്ട്, ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറും തടവ് പുള്ളികളും ജയിൽ പുള്ളികളുമാണ് മുഅ്മിനീങ്ങൾ. ദുനിയാവിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാത്തവരാണ്. കൃത്യമായി ഓരോന്നും നോക്കി എഴുതി വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുതരുന്ന ഒരു അവസ്ഥയാണ് ദുനിയാവിൽ മുഅ്മിനിന്റെ. സുമ്മ ഉവഫിയക്കും ഇയ്യാഹാ. അല്ലാഹു പറഞ്ഞു, ഇനി അത് വെച്ച് ആ അമലുകൾ നോക്കി നന്മയും തിന്മയുമാണോ എന്ന് പരിശോധിച്ച് അതിന് കൃത്യമായ കൂലി നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത്ര ബോധത്തോടെ ആ ഓർമ്മയോടെ ഓരോ ചുവട്ടടിയും നല്ല ഓർമ്മയോടെ മുന്നോട്ട് വെച്ചേ പറ്റൂ മുഅ്മിനീങ്ങൾ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു ഖുതുബയിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന
ബൈന മഖാഫതൈൻ. ഒരു സത്യവിശ്വാസി രണ്ട് പേടികൾക്കിടയിലാണ് ദുനിയാവിൽ ജീവിക്കുക. ഈ രണ്ട് പേടി സദാ അവനുണ്ടാവും. ഒന്ന്, യൗമുൻ ഖദ് മദാ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച് അവൻ ഓർക്കും. ലാ യദ്രി മല്ലാഹു സാനിഉൻ ബി, ആ കഴിഞ്ഞു പോയ കാലം എന്തായിരിക്കും, അള്ളാഹു എടുക്കുന്ന തീരുമാനം, അള്ളാന്റെ നിലപാട് എന്ന് ഇവൻ അറിയൂല. അതിനെ പറ്റിയിട്ടുള്ള ആദിയായിരിക്കും ഒരു മുഅ്മിൻ. കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്, തൗഹീദോടെ സുന്നത്തനുസരിച്ച് 5 നേരം കൃത്യമായി നിസ്കരിച്ച്, ഖുർആൻ ഓതി, ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്ത്, സുന്നത്തുകൾ നിസ്കരിച്ച്, സുന്നത്ത് നോമ്പുകളെടുത്ത്, ഉംറ ചെയ്ത്, ഹജ്ജ് ചെയ്ത്, അങ്ങനെ പല 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 നന്മകളും ചെയ്തു. പക്ഷേ വല്ലാഹു സാനിഉൻ ബിഹി, അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമോ? ചെയ്യേണ്ട പോലെ ആയിട്ടുണ്ടാവുമോ? തെറ്റുകളും കുറവുകളൊക്കെ വന്ന് അള്ളാഹു ചിലപ്പോൾ എടുത്ത് മാറ്റി ബാക്കോട്ട് വെച്ചിട്ടുണ്ടാവുമോ? ഓരോ അമലും അള്ളാഹ് പരിശോധിക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. പരിശുദ്ധനാണ് അള്ളാഹു, പരിശുദ്ധമായതല്ലാണ്ട് അവൻ സ്വീകരിക്കൂല. നമ്മളൊരാൾ ആരെങ്കിലും ജോലിക്ക് ഏൽപ്പിച്ചാൽ അയാൾ ചെയ്ത ജോലി നമ്മുടെ മനസ്സിന് തൃപ്തിയായാലേ നമ്മൾ കൂലി കൊടുക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളോട് ചൂടാവൂലേ? നീ ഏൽപ്പിച്ച ജോലി ശരിക്കും ചെയ്തിട്ടില്ല മറ്റവനെ ഒഴിവാക്കൂലേ? അള്ളാഹു അങ്ങനെ തന്നെയാണ്. നല്ലതേ സ്വീകരിക്കൂ. തട്ടിക്കൂട്ടിയത്, പൊട്ടിപ്പൊളിഞ്ഞത്, അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത്, കളവ് കാണിച്ചുണ്ടാക്കിയത്, പിന്നെ കുറ്റം കുറവൊക്കെ ഉള്ളത്, ഇതൊന്നും അള്ളാഹുവിൻ്റെ അടുത്ത് കബൂലാവൂല. ഒരു മുഅ്മിൻ അങ്ങനെയായിരിക്കും, ഒരു ഭയപ്പാടോടു കൂടിയായിരിക്കും കഴിഞ്ഞു പോയ കാലത്തെ കാണുക. വല്ലാഹു സാനിഉൻ ബിഹി, എന്താ അവസ്ഥ എന്നറിയില്ല. ഇനിയിപ്പോ നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ കോടതിയിൽ കഴിഞ്ഞു പോയ കാലത്തിന്റെ ഓരോ നന്മകളും മുന്നിലെടുത്ത് വെക്കുമ്പം, ഇതൊന്നും ശരിയായിട്ടില്ല, ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല, ഞാൻ പഠിപ്പിച്ച പോലെ ആയിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ കാണിച്ചെന്ന പോലെ ആയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് ശരിയാവൂല എന്നല്ല പറഞ്ഞാൽ സ്വീകരിക്കാൻ വേറെ ആളില്ല. ഒന്ന് സഹതപിച്ചിട്ട് ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ആക്കപ്പോ എങ്ങനെങ്കിലും ഇവനൊന്ന് രക്ഷപ്പെടുത്തി വിട് അതൊന്നും അവിടെ പറയാൻ കഴിയില്ല. ഓനെ ഇത്രയെങ്കിൽ ഇങ്ങനെങ്കിലും ചെയ്തില്ലേ, എങ്ങനെ ഒന്ന് സ്വീകരിച്ചോ, പ്രശ്നമാക്കണ്ട എന്ന സഹതാപ വാക്ക് പറയാനോ കൂടെ കൂടാനോ അതൊന്നും ആൾക്കാരുമില്ല. അള്ളാഹു പറയാ, നിന്റെ ശരിയായിട്ട് നീ എടുത്തിട്ട് പോയിക്കോ, ഖലാസ്. വല്ലാഹു സാനിഉൻ ബിഹി, അള്ളാഹു എന്താ തീരുമാനിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു സത്യവിശ്വാസി? കഴിയുന്നത്ര കൃത്യമാക്കാനും ചെയ്തതിന് ശേഷം അതെങ്ങനെങ്കിലും അള്ളാഹു തൃപ്തിപ്പെട്ട് കബൂലാക്കാനും വിനീതരായി യാചിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അദ്ദേഹം പറഞ്ഞു, വയൗമുൻ ഖദ് ബഖിയ. രണ്ടാമത്തൊരു ഭയം എന്താന്ന് ചോദിച്ചാൽ, വയൗമുൻ ഖദ് ബഖിയ, ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള ദിവസങ്ങളെ പറ്റിയുള്ള ഓർമ്മയാണ് സത്യവിശ്വാസിക്ക് പേടിപ്പെടുത്തുന്ന ഓർമ്മ. അതെത്ര ഇല്ലെന്ന് അറിയില്ല, ചിലപ്പം മിനിറ്റുകളാവാം. നമ്മളിതിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മലക്കുൽ മൗത്ത് എവിടെ ഉണ്ടാവും? ഇപ്പം എവിടെ ആയിരിക്കും? മലക്കുൽ മൗത്ത് ഇപ്പം എവിടെയായിരിക്കും? ഡ്യൂട്ടിയിലാണ്. ദുനിയാവിൻ്റെ ഏതോ മൂലയിൽ നിന്ന് ആരോ പോയിക്കൊണ്ടിരിക്കുകയാണ്. മലക്കുൽ മൗത്തിൽ ഡെയിലി ഡ്യൂട്ടിയല്ലേ? മൂപ്പർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയില്ല. നമ്മുടെ അടുത്ത് എത്തിയിട്ടാന്നേ ഉള്ളൂ, നമ്മളിലേക്കുള്ള വഴിയിലാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഇരിക്കുന്നില്ല, എവിടെയോ ആരോ മരിച്ചു വീണുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മലക്കുൽ മൗത്ത് ഡ്യൂട്ടിയിലാണ് ഉള്ളത്. ആ ഡ്യൂട്ടി ഇങ്ങനെ എടുത്തിട്ട് എപ്പോഴോ ഒരു ദിവസം നമ്മളെ ഊഴമുണ്ട്, അന്നേരം നമ്മുടെ അടുത്ത് എത്തും. ഇന്ന് ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, പക്ഷെ നാളെ ചിലപ്പോൾ കാട്ടാമ്പള്ളിയിലായിരിക്കും. ഒന്നും പറയാൻ കഴിയില്ല, ഫുൾ ഡ്യൂട്ടിയിലാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നസീബാക്കി തരട്ടെ. അവസാനം ഏറ്റവും നല്ല അവസ്ഥയിൽ, അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അവസ്ഥയിൽ ഇവിടുന്ന് യാത്രയാവാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അറിയില്ല നമ്മളൊക്കെ എങ്ങനെയായിരിക്കും പോവാന്നുള്ളത്. വയൗമുൻ ഖദ് ബഖിയ, ഒരു മുഅ്മിനിൻ്റെ പേടി ഏതായിരിക്കും? ഇനിയുള്ള ദിവസങ്ങൾ അത് എത്രയുണ്ടാവും? ഉള്ളതന്നെ എങ്ങനെയായിരിക്കും? ലാ യദ്രി മല്ലാഹു ഖാദിൻ ബിഹി, ആ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും അള്ളാഹു എൻ്റെ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക?
ഖൈറാണോ ഷർറാണോ, സങ്കടമാണോ സന്തോഷമാണോ, പ്രശ്നങ്ങളാണോ അതല്ലെങ്കിൽ റാഹത്താണോ, അല്ലെങ്കിൽ മരണമാണോ? എനിക്കറിയുന്ന ഒരാളുണ്ട്, നാട് ഞാൻ പറയുന്നില്ല, ആ നാട്ടിൽ തൗഹീദിൻ്റെ തൂണ് നാട്ടിയത് അയാളാണ്. ആ നാട്ടുകാർ സുന്നത്ത് കേട്ട് തുടങ്ങിയത് അയാളിലൂടെയാണ്. അയാളുടെ നാവിൽ നിന്ന് തൗഹീദ് കേൾക്കാത്ത ഒരാൾ ചിലപ്പം ആ നാട്ടിലുണ്ടാവാൻ ചാൻസ് ഇല്ല. പത്രത്തിലൂടെയായിട്ടും ലഘുലേഖകളിലൂടെയായിട്ടും അയാളുടെ കുറിപ്പുകൾ കാണാത്ത ഒരു വീട്ടിൻ്റെ പടിവാതിൽ ചിലപ്പം ആ നാട്ടിലുണ്ടാവില്ല. അത്രയധികം തൗഹീദിന് വേണ്ടി ശബ്ദിച്ച ഒരാൾ, നാട്ടുകാരെ മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് തൗഹീദിന് വേണ്ടി വെറുത്ത ഒരു മനുഷ്യൻ. തഹജ്ജുദിൻ്റെ സമയം എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അയാൾ മുസല്ലയിൽ സുജൂദിലുണ്ടാവും. അങ്ങനത്തെ ഒരു മനുഷ്യൻ. 5 നേരത്തെ നിസ്കാരത്തിന് അവരുണ്ടാക്കി ആ ചെറ്റക്കൂടെന്ന പോലത്തെ ഒരു പള്ളിയിൽ ഇമാമിൻ്റെ തൊട്ട് പിറകിൽ അയാളുണ്ടാവും. അങ്ങനത്തെ ഒരു മനുഷ്യൻ. പിന്നീട് അയാളുടെ പ്രബോധനം വഴി തൗഹീദിലേക്ക് വന്ന, സുന്നത്തിലേക്ക് വന്ന ആളുകൾ അസൂയയോടെ നോക്കിക്കൊണ്ട ആബിദായ ഒരു മനുഷ്യൻ. പക്ഷെ ഇന്ന് അയാൾ ആകാശത്തേക്ക് നോക്കിയിട്ട് ചോദിക്കാണ്, ഏതല്ല, എന്തല്ല? ഇത് ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ടും ഈ കാതുകൊണ്ടും കേട്ട കാഴ്ചയും അറിവാ പറയുന്നത്, ഉണ്ടാക്കി പറയുന്നതല്ല. ആ മനുഷ്യനെ ഞാൻ ഇപ്പം പറയുമ്പോൾ എൻ്റെ മുമ്പിലുണ്ട് അയാളുടെ മുഖം. അയാൾ ഒരിക്കൽ പറയാണ്, ഞാൻ പോയി നോക്കി, അങ്ങനത്തെ ഒരാളൊന്നും മുകളിൽ കാണുന്നില്ല, പിന്നെ എന്ത് മുകളിലുണ്ടല്ല നിങ്ങൾ പറയുന്നത്? അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ലാ യദ്രി മല്ലാഹു ഖാദിൻ ബി. അടുത്ത സുപ്രഭാതത്തിൽ അള്ളാഹു എന്തായിരിക്കും നമ്മളെപ്പറ്റി തീരുമാനിച്ചിട്ടുണ്ടാവുക നമുക്കറിയില്ല. ഈമാൻ ഊരാനോ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്യാനോ എങ്ങാനും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയേ ആവുള്ളൂ. അള്ളാഹിൻ്റെ തീരുമാനത്തെ മറികടക്കാനൊന്നും നമുക്ക് പറ്റൂല. പിന്നെ എങ്ങനെ മുഅ്മിൻ സന്തോഷത്തോടെ ജീവിക്കാം? പിന്നെ മുഅ്മിൻ എന്ത് സമാധാനത്തിനാണ് അങ്ങനെ അടിയുറച്ചിരുന്ന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബൈന മഖാഫത്തൈൻ, 2 പേടികൾക്കിടയിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി. കഴിഞ്ഞത് അള്ളാഹു സ്വീകരിച്ചോ അറിയില്ല. ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും എൻ്റെ ജീവിതത്തിൽ അള്ളാഹിൻ്റെ തീരുമാനം, അതും അറിയില്ല. എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദിവസങ്ങൾ കഴിയും തോറും യഥാർത്ഥത്തിലുള്ള വിശ്വാസി അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൂടുതൽ വിനീതരായി, വിധേയരായി, യാചനയോടെ ദുആ കൊണ്ടെടുക്കുന്നവരായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ സത്യവിശ്വാസിന്റെ മുമ്പിൽ കൊണ്ടുതരും. അഥവാ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് പരിഹരിച്ച് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ഉള്ള അവസരങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ തരും. അതിനെ അവസരമായി കണ്ട് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയാൽ വിജയിച്ചു. അവനാണ് ബുദ്ധിമാൻ, അൽ കയ്യിസ്. ഒരാൾ ശരിക്കും പറഞ്ഞ ബുദ്ധിമാൻ. അവസരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടും നഷ്ടപ്പെടുത്തിയാൽ ഓനേക്കാളും പിന്നെ പരാജയപ്പെട്ടവൻ ദുനിയാവിൽ പിന്നെ വേറെ ആളില്ല. അതിൽപ്പെട്ടതാ പരിശുദ്ധ റമദാനൊക്കെ. ചാൻസാണ്, അവസരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല മാതൃകയായി പറയാവുന്ന ഒരു കൂട്ടരെ ഉണ്ടാക്കിയെടുത്തത് വൃത്തികേടിൻ്റെയും മോശത്തരത്തിൻ്റെയും ചളിക്കുഴിയിൽ പൂണ്ടുപോയ ഒരു വിഭാഗത്തിൽ നിന്നാണ്. അവസരം കിട്ടിയപ്പോൾ അവർ മാറിയതാണ്. ഇന്ന് ദുനിയാവിൽ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തതാ, ഇവരെ നോക്കിക്കോണിൻ, ഇവരെ നോക്കി പഠിച്ചോണിൻ എന്ന് പറയാനുള്ളത് ആ സ്വഹാബത്ത് മാത്രമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു അങ്ങനെ, വഇദാ ഖീല ലഹും ആമിനു കമാ ആമന അന്നാസു. അന്നാസ് ഐ അസ്സഹാബ. അവരോട് നിങ്ങൾ മുഅ്മിനീങ്ങളാവണം, നിങ്ങൾ വിശ്വസിക്കണം. ഏതുപോലെ? ആ ജനങ്ങൾ വിശ്വസിച്ച പോലെ. ആരാണ് ആ ജനങ്ങൾ കൊണ്ട് ഉദ്ദേശം? സഹാബാക്കൾ.
എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ അംഗീകരിച്ചു. എങ്ങനത്തെ ആൾക്കാരായിരുന്നു അവർ? ഖുർആനിലൂടെ അള്ളാഹു പറയാണ്, ഈ സഹാബത്ത് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയപ്പെട്ടാൽ. വേറൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. ആരെങ്കിലും സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം പ്രവാചകനെ എതിര് കാണിച്ചാൽ, എതിര് കാണിക്കുക മാത്രമല്ല, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു വഴി അയാൾ സ്വീകരിക്കുകയും ചെയ്താൽ. ഏതാ മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴി? മുഫസ്സിറുകൾ പറഞ്ഞു, സഹാബത്തിൻ്റെതല്ലാത്ത വഴി. അള്ളാഹുവിന്റെ അംഗീകാരം അള്ളാഹു പറഞ്ഞ സഹാബത്തിന്റെ വിഷയത്തിൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അങ്ങനെ മാറ്റിയെടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, ആ മാറലിന്, അവരങ്ങനെയാവുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ഈ കിതാബ്, പരിശുദ്ധ ഖുർആൻ. ഈ സാധനം നമ്മളെ കൈമേൽ ഉണ്ടായിട്ടും നമ്മുടെ ജീവിതം ക്ലിയർ ആവുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ? യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി എന്നത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നാണ്. ഓതണ്ട പോലെ ഓതിയിട്ടില്ല നമ്മൾ ആ ഖുർആൻ. കാരണം നമ്മളെ ഈമാനല്ല ഈ ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്നുള്ളത്. ഇത് അള്ളാഹുവിൻ്റെതാണ്, ഇത് നൂറാണ്, ഇത് വഴികാട്ടിയാണ്. ഇതിനെ നെഞ്ചോട് ചേർത്തവൻ വഴി കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ വഴി കാണുന്നില്ലെങ്കിൽ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞെന്താ അറിയോ? ഗ്രന്ഥം നൽകപ്പെടുകയും എന്നിട്ട് അതിനെ ഓതേണ്ടത് പോലെ ഓതുകയും ചെയ്തവർ. അദ്ദേഹം തഫ്സീർ പറഞ്ഞു, യുഹില്ലൂന മാ ഹല്ലല, ഖുർആൻ ഹലാലാക്കിയതിനെ ഹലാലായി കാണുന്നവർ, വയുഹർരിമൂന മാ ഹറമ, ഖുർആൻ ഹറാമാക്കിയതിനെ ഹറാമായി കാണുന്നവർ, വയത്ലൂനഹു കമാ ഉൻസില, ഇറക്കപ്പെട്ടത് എങ്ങനെയാണോ അങ്ങനെ പാരായണം ചെയ്യുകയും ചെയ്യുന്നവർ. എന്ന് പറഞ്ഞാൽ ഖുർആൻ വഴി കാണിക്കുന്നതും മാറ്റമുണ്ടാക്കുന്നതും അതിനകത്ത് പറയപ്പെട്ട സംഗതി അനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. അതാണ് ഹഖ്ഖ തിലാവതി. ഖതം തീർക്കുന്നുണ്ട്, കൂലിയുണ്ട്. ഓരോ അക്ഷരത്തിന് 10 നന്മ വീതം ഉറപ്പുണ്ട്, സംശയമില്ല. ഖതം തീരുന്നുണ്ട്. പക്ഷേ അതിൽ പറയപ്പെട്ട നിയമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ ഹഖ്ഖ തിലാവതി ആയില്ല. സഹാബത്തിലുണ്ടായ മാറ്റം അതാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന ഒരു ആയത്താണത്. ഈ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് വഴികാണിക്കുന്ന ഗ്രന്ഥമാണ് എങ്കിൽ അതിൻ്റെ ആളുകൾ ഏറ്റവും നല്ല വഴിയിലായിരിക്കണം. അപ്പോഴേ ആ വാക്ക് സത്യമാവുള്ളൂ. നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റവും നല്ല വഴിയിലായാൽ മാത്രം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, 1000 ക്ലാസ്സുകളും ദർസുകളും ഖുതുബകളും ഒന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതായിരിക്കും സത്യം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. സൂറത്തുൽ ഫാത്തിഹയുടെ വരെ ചിലപ്പോൾ നമുക്കറിയായിരിക്കും. പള്ളിയുമായി ബന്ധപ്പെടുന്ന 5 നേരം നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന ആളുകളായതുകൊണ്ട് ചിലപ്പോൾ നമുക്കറിയുന്നുണ്ടാവും സൂറത്തുൽ ഫാത്തിഹന്റെ മഅന. അതിൽ പറയപ്പെട്ട ഓരോ ആയത്തുകളുടെയും ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 10 വർഷമെടുത്തു ഞാൻ സൂറത്തുൽ ബഖറ പഠിച്ചു തീരാൻ. 10ാമത്തെ കൊല്ലം സൂറത്തുൽ ബഖറ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ഒട്ടകത്തെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി കുടുംബക്കാർക്കും ചങ്ങാതിമാർക്കും വിതരണം ചെയ്തു. ഈ സൂറത്തുൽ ബഖറ പഠിച്ചു കഴിഞ്ഞ സന്തോഷത്തിൽ. അങ്ങനെ അവർ ഖുർആനെ കണ്ടത്. ഇന്ന് മുസ്ലിം എന്ന് പറയുന്ന ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുന്നവരിൽ മഹാഭൂരിപക്ഷത്തിനും സൂറത്തുൽ ഫാത്തിഹന്റെ ലക്ഷ്യം എന്താന്ന് പോലും മനസ്സിലായി. കാസർഗോഡ് സമസ്തന്റെ സമ്മേളനം നടക്കുകയാണ്. 100ാം വാർഷികം. ഞാൻ ലൈവിൽ ഇങ്ങനെ ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കും. ഇന്ന് രാവിലെ തവസ്സുൽ ബൈത്ത് പാടിക്കൊണ്ടാണ് ആ സദസ്സ് ആരംഭിച്ചത്. തവസ്സുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ
ഔലിയാക്കളൊക്കെ വിളിച്ച്, മഹാന്മാരൊക്കെ വിളിച്ച്. അവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന ഉസ്താദുമാരെന്ന് പറയുന്നവരും പറയാണ്, ഈ സദസ്സിൽ ഇപ്പോഴും പരിശുദ്ധമാക്കപ്പെട്ട അർവാഹുകളുടെയൊക്കെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മഹാന്മാരും പ്രവാചകന്മാരും ഒക്കെ ഇപ്പൊ നമ്മുടെ സദസ്സിലുണ്ട്. ഓരോരുത്തർ പറഞ്ഞെന്താ അറിയോ? ഹജ്ജിന് സമമാണ് എന്നാണ്, അറഫക്ക് സമമാണ്, പറ്റുമെങ്കിൽ പൊയ്ക്കോടിൻ, ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്നാ പറഞ്ഞു. ഏകദേശം 47 കോടിയോളം രൂപ കേരളത്തിൽ നിന്നും സാധാരണക്കാരെ കീശയിൽ നിന്നും പിരിച്ചെടുത്തിട്ടാണ് ആ സമ്മേളനം നടക്കുന്നത്. ഒന്നും വേണ്ടായിരുന്നു, ഈ 4 ദിവസം കൊണ്ട് സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥവും തഫ്സീറും അവിടെ കൂടിയവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഉപകാരപ്പെട്ടനെ. 47 കോടി 47 കോടി അവർക്ക് നാളെ ആഖിറത്തിലേക്കുള്ള ഒരു വമ്പൻ മുതൽ മുടക്കായനെ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ നിന്ന് ഈ ഉമ്മത്ത് എവിടെയോ അകലെയാണ്. മുജാഹിദ് അല്ലെങ്കിൽ സലഫി അല്ലെങ്കിൽ മുവഹിദ് എന്ന് പറയുന്ന ഒരു കാരണവശാലും ആ അവസ്ഥയിലാവരുത്. സൂറത്തുൽ ഫാത്തിഹ അറിയാത്തൊരു മുജാഹിദ്, അങ്ങനത്തെ ഒരു മുജാഹിദ് നാട്ടിൽ ഉണ്ടായിക്കൂടാ. സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം അറിയാത്ത 10 വയസ്സായ ഒരു മുജാഹിദിന്റെ ഒരു മകൾ, അങ്ങനത്തെ ഒരാൾ നമ്മളെ വീട്ടിൽ ഉണ്ടാവാനേ പാടില്ല. ആ ഗൗരവത്തിലേക്ക് വരണം. കാരണം ഇതുകൊണ്ടല്ലാതെ പ്രിയപ്പെട്ടവരെ നഫ്സിന് തസ്കിയത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം അള്ളാഹു പറഞ്ഞ ഈ സാധനത്തെ അള്ളാഹു തന്നത് നിങ്ങൾക്ക് തസ്കിയ തരാൻ വേണ്ടിയിട്ടാണ്. സഹാബത്ത് ഇതിനെ കൊണ്ടാ മാറി ജീവിച്ച് നമ്മൾ കണ്ടതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന്റെ അർത്ഥം ചെറിയ പ്രായത്തിലെ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ മക്കൾക്ക് ആ റബ്ബുൽ ആലമീൻ ആര് എന്ന ബോധം മനസ്സിൽ വരുമായിരുന്നു. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർളയാണ് സാധാരണ ഓതല്. അതാണ് ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് ആ പറഞ്ഞത്? എന്താ ഇതിന്റെ സാരം? എന്താ അതിൻ്റെ ഉള്ളടക്കം? ഞാൻ പറഞ്ഞതിൻ്റെ പിറകിലുള്ള പൊരുളെന്താ? അതറിയുന്നവൻ 100-ന് 2 ആൾ മാത്രമായിരിക്കും നമ്മുടെ നാട്ടിൽ. ആലോചിക്കും. ഫജ്ർ നിസ്കാരത്തിനൊന്ന് പള്ളിയിൽ പോയി നോക്കി. സുബ്ഹ് നിസ്കരിക്കാൻ മഹല്ലത്തിലെ ഏറ്റവും വലിയ കോടികൾ ഇപ്പൊ ചെലവഴിച്ച് അമ്പലചുംബികളാക്കി വെച്ചിരിക്കുന്ന പള്ളി പോയി നോക്കിയേ. ഒരു സഫ് അല്ലെങ്കിൽ 1.5 സഫ് അത്ര ആളുണ്ടാവും. എന്നാലോ 4000-ഓളം കുടുംബക്കാരുള്ള മെമ്പർമാരുള്ള മഹല്ലത്താണ് എന്നായിരിക്കും പ്രസംഗത്ത് പറയുന്നുണ്ടാവുക. ഈ 4000 കുടുംബത്തിൽ നിന്നും ഫജ്ർ നിസ്കാരത്തിന് ആകെ കിട്ടിയിട്ടുണ്ടാവുക 30 പേർക്ക് നിൽക്കാവുന്ന സഫിന് 1 സഫോ 1.5 സഫോ ആള് മാത്രമായിരിക്കും. നമുക്ക് അഭിമാനിക്കാനൊന്നുമില്ല. പിന്നെയും മുജാഹിദുകൾ, സലഫികൾ, മുവഹിദുകൾ അവരെ മഹല്ലത്തിലുള്ള പള്ളിയിൽ സുബ്ഹിക്ക നാട്ടിലുള്ള എല്ലാ മുജാഹിദുകളും ഉണ്ടാവും. ഇല്ലെങ്കിൽ സംതിങ് റോങ്. ഫജ്റിന് വരാൻ പറ്റുന്നില്ലെങ്കിൽ, ഫജ്റിന് എഴുന്നേറ്റ് ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല, അതിന് നമ്മൾ അറിഞ്ഞിട്ടില്ല, അത് നമ്മുടെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നെ അതിൻ്റെ സാരം. അത് ഇറങ്ങിയില്ലെങ്കിൽ കിടക്കപ്പുറതി ഉണ്ടാവൂല ബാങ്ക് കേട്ടാൽ. അലി റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ വിറക്കും, മുഖഭാവമാകെ മാറും. ആൾക്കാർ ചോദിക്കും മാ ബാലുക്, എന്താ സംഭവിച്ചത്? പെട്ടെന്ന് എന്താ ഒരു മാറ്റം? ഇപ്പൊ പറയുന്നത് അറിയോ? ഒന്നുമില്ല, റബ്ബുൽ ആലമീൻ മുനാജാത്തിന് വിളിച്ചിരിക്കുന്നു. ആ ഭയം കൊണ്ടായി പോയതാണ്. നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് മുനാജാത്താണ്, അള്ളാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ്. അതിനു വേണ്ടി വരുന്നൊരു മുഅ്മിനിന്റെ ഭാവം, കോലം, രീതി അത് വേറെയായിരിക്കും. അതുകൊണ്ടല്ലേ സലഫുകൾ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞിട്ട് എല്ലാ പള്ളിയിലേക്ക് വരുത്ത് വഖാറത്തോടു കൂടിയാണ്, നടന്ന് ഒരു ഗാംഭീര്യത്തോടെയാണ്, വൃത്തിയിലും വെടിപ്പിലും അത്ര തേച്ചും മണപ്പിച്ചും. കാരണം റബ്ബുമായിട്ടുള്ള മുനാജാത്തിന് പോവാണ്. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പം ആ ട്രാക്ക് സ്യൂട്ടും ആ ടീഷർട്ടും അതന്നെ രാത്രി ഉറങ്ങുമ്പോട്ട് നിസ്കാരം സഹിയാവും. ഔറത്ത് മറക്കലേ ഷർത്തുള്ളൂ, നിസ്കാരം സഹിയാവും. പക്ഷേ
ഖുർആൻ ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ തന്ന റബ്ബിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കോലം ആ ഖുർആൻ നമ്മൾ ഉണ്ടാക്കിയ മാറ്റം പോലെ ഉണ്ടാവും. അതിൻ്റെ പേരാണ് ഈ ദീൻ. നമ്മളിങ്ങനെ ജാറത്ത് പോകുന്നില്ല, ദർഗയിൽ പോകുന്നില്ല, നൂല് കെട്ടിയിട്ട ഉറുക്ക് കെട്ടിയിട്ട നല്ല തന്നെ. പക്ഷെ അത് മാത്രമല്ലത് ഉദ്ഖുലു ഫിസ്സിൽമി കാഫത്തൻ. കാഫത്തൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഐ കാമിലൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാനീ പറയുന്നത് ഞാൻ പൂർണ്ണമായി നന്നായി കൊണ്ടല്ല കേട്ടോ, ഞാൻ എന്നോടാ പറയുന്നത്, ഞാൻ എൻ്റെ നഫ്സിനോടാ പറയുന്നത്. എൻ്റെ ഉപ്പ എപ്പം പറയലുണ്ട്, പറഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ പോകണം, കേട്ട് അവരും സ്വർഗത്തിൽ പോകണം. രണ്ട് കൂട്ടക്കാരും സ്വർഗത്തിൽ എത്തിയാൽ മതി. ഖുർആൻ മാറ്റം ഉണ്ടാക്കണം പ്രിയപ്പെട്ടവർ. പരിശുദ്ധ ഖുർആൻ നമ്മളെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മളിൽ ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വലിയ അടയാളം പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു. ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു വജിൽ എന്ന് പറഞ്ഞാൽ ഒരു വിറയലാണ്. വജിൽ എന്ന് പറഞ്ഞാൽ വിറയലാണ്, പേടിച്ചിട്ടുള്ള വിറയലല്ല. നമ്മളെ ഇപ്പം അടിക്കാൻ പോവാണ്, കൊല്ലാൻ പോവാണ്, ആ സമയത്തുള്ളൊരു പേടിയുണ്ടല്ലോ, ആ പേടിയല്ല. പണ്ട് നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാധാ LP സ്കൂളിലെ HM എഡിമാഷ് നമ്മൾ പറയില്ല പണ്ട്, ഇപ്പോഴല്ലേ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും ഒക്കെ ആയത്. നമ്മളെ പഴയ എഡിമാഷ്, പ്രധാനാധ്യാപകൻ, മൂപ്പര് ക്ലാസ് റൂമിലേക്ക് കയറി വരുമ്പം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക ഇതിന് പറയാ, അത് മദ്രസയിൽ മുഫത്തിശ് വരത്തില്ലേ, സാധാരണ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരാണ്, പക്ഷെ മുഫത്തിശ് വരുന്ന ദിവസം കുട്ടികൾക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഭയം. മുഫത്തിശ് അടിക്കാൻ വരുന്നതല്ല, ഇടിക്കാൻ വരുന്നതല്ല, പക്ഷെ മൂപ്പര് വരുമ്പം ഒരു ഭയമുണ്ട്. അതാണ് വജിൽ, അതാണ് വജിൽ. എൻ്റെ റബ്ബിൻ്റെ കലാമാണിത്. അതിലൂടെ ഞാൻ കാണുന്നത് റബ്ബുൽ ആലമീനായ എൻ്റെ അള്ളാഹുവിനെയാണ്. അന്നേരം ഉണ്ടാകുന്ന വജിൽ, ആ ഹൃദയത്തിൻ്റെ പിടക്കൽ, അതുണ്ടെങ്കിൽ അത് ഈമാൻ്റെ അടയാളമാണ്, അത് ഈമാൻ്റെ അടയാളമാണ്. കാരണം സഹാബത്ത് ഇതിലുണ്ടായിട്ടുണ്ട്. സഹാബാക്കൾ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം ആ പള്ളി നമ്മൾ കേൾക്കല് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തരം ചീനച്ചട്ടി എരിയുന്ന പോലെയുള്ള ശബ്ദമായിരുന്നു പള്ളി മുഴുവൻ. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കയറി വരുമ്പം ആൾക്കാരെല്ലാം കൂടി കഹ്ഫോതുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, അത് ഓതുന്നതിൻ്റെ സൗണ്ടാണ്. സഹാബത്ത് കേട്ടത് അവരുടെ നെഞ്ചിന്ന് വരുന്ന വിറയലിൻ്റെ ഏങ്ങലിൻ്റെ ശബ്ദം മദീനത്തെ പള്ളിയിൽ കേൾക്കാറുണ്ടായിരുന്നു. ഇന്നതില്ല നമുക്ക്. അതാണ് ഈ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിലൊരു പടച്ചലും ഒരു വിറയലും. അത് സ്നേഹാധിക്യം കൊണ്ടും അങ്ങേറ്റത്തെ ആദരവ് കൊണ്ടും ഉണ്ടാവുന്ന ഭയമാണ്. അതാണ് ഉണ്ടാവുന്നത് പ്രിയപ്പെട്ടവരെ. അതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അള്ളാഹുവിനെ പറ്റി കേട്ടുകൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു എന്ന മഹാനുഭാവൻ്റെ ആ മഹത്വം അതിനെപ്പറ്റി മനസ്സിന് കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ല ഒരു നിലയും വിലയും കിട്ടുള്ളൂ അവൻ്റെ കലാം എന്ന് പറയുമ്പോൾ. ബഹുമാനപ്പെട്ട ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയൊക്കെ അടുക്കാൻ പറ്റുമോ അങ്ങനെയല്ല അടുത്തോളി, പക്ഷേ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ കലാമിലൂടെ അടുക്കലാണ്, ഖുർആനിലൂടെ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അതെന്താണെന്നറിയോ, എൻ്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ ഓതപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ വർദ്ധിക്കും തോറും കേൾക്കാനും ചെയ്യാനും താല്പര്യം കൂടും. കുറയുന്നുണ്ടെങ്കിൽ ആ വിശേഷണം നമ്മളെ കൽബിലായിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടായിരിക്കും തറാവീഹ് നിസ്കാരത്തിൽ നമുക്ക് ദീർഘനേരം നിൽക്കാൻ പറ്റാത്തത്? വയസ്സായതുകൊണ്ടാ. മംഗലത്തിന് പോയിട്ട് പുതിയാപ്പണ്ണ കാത്തിട്ട് ഇത്ര മിനിറ്റ് ഇരിക്കുന്നുണ്ട് നമ്മൾ. നിൽക്കുന്ന ഇത്ര സമയം നിൽക്കും പുതിയാപ്പണ്ണ കാത്തിട്ട്.
അമിത്ഷാവും മോഡിജിയും കൂടിയിട്ട് ID കാർഡ് പുതുക്കുകയോ ഇല്ലെങ്കിൽ പാകിസ്ഥാനിൽ അയക്കുമെന്ന് പ്രസംഗിച്ചപ്പോഴേക്കും എത്ര മണിക്കൂറും മിനിറ്റ് നമ്മൾ പോയിട്ട് ക്യൂ നിന്നത് ID പുതുക്കാൻ. നോട്ട് മാറ്റിയല്ലോ മോഡിജി വന്നിട്ട് 2000 നോട്ടെടുത്ത് കളഞ്ഞ് പുതിയ നോട്ട് കൊണ്ടുവന്ന് നമ്മൾ പെട്ടിയിൽ പൂട്ടി വെച്ച പണം മാറ്റാൻ വേണ്ടി എത്ര വലിയ ക്യൂ നിന്ന് ഇത്ര സമയം നിന്നത്. അപ്പൊ കാലത്തിന്റെ ഗൗരവം അറിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താകുന്നില്ല, വിഷമാകുന്നില്ല. കാര്യത്തിന്റെ ഗൗരവം അറിയുമ്പം നമുക്കതിൻ്റെ ഒരു പ്രയാസം തോന്നുന്നില്ല. കാരണം ആ ഗൗരവപ്പെട്ട കാര്യമാണ് മുമ്പിൽ. അപ്പൊ തടി മറ്റേതങ്ങനെ മറന്നു പോവാൻ, ക്ഷീണം മറക്കുകയാണ്, അവശത മറക്കുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ മറവി നമുക്ക് വരാതെ ശരീരത്തിന്റെ ക്ഷീണം അതിൻ്റെ മുമ്പിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണ്? വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന എന്ന വിശേഷണം ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കും തോറും ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, ആവേശം കൂടിക്കൊണ്ടേയിരിക്കുന്നു.